ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. 2 വർഷത്തിന് ശേഷം ഞാൻ റാഷിനെ കാണാൻ പോവാണ്. റാഷി നാട്ടിലേക്ക് വരികയാണ്. റാഷി 9 വർഷത്തിന് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത്. റാഷി വന്ന വിശേഷമൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചെടുത്ത് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കൂടിയിട്ട് ഒരു വ്ളോഗ് പോലെ ഇടാമെന്ന് വിചാരിച്ച്. റാഷി ഇപ്പം US ടെക്സസ് എന്നാണ് കേട്ടോ വരുന്നത്. ടെക്സസിൽ നിന്ന് ഖത്തറിലേക്ക് വന്ന് ഖത്തർ എയർവേസിലാണ് വരുന്നത്. അപ്പം ഖത്തറിൽ ടച്ച് ചെയ്ത് ഖത്തറിൽ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്കാണ് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് റാഷിനെ കൂട്ടാൻ പോകുന്നുണ്ട്. നമ്മൾ 2 പുരയുന്ന ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അത് റാഷി കയറിയിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. കാരണം നല്ല ലോങ് ആണല്ലോ, 20 മണിക്കൂറിൽ കൂടുതലുണ്ട്. എന്തായാലും റാഷി ഇപ്പം ഇതാക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയാണുള്ളത്. റാഷി കയറിയിട്ട് ഖത്തർ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളിപ്പോൾ പോകാനായിട്ട് റെഡി ആകാനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 പുരേന്ന് നമ്മൾ പുരേന്ന് ഉമ്മ, ഉപ്പ, അബി അങ്ങനെ എല്ലാവരായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഏട്ടത്തി, ബ്രദറുടെ വൈഫ് എല്ലാവരായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഒരു മിനി ബസ്സാക്കിയിട്ടുണ്ട്. നമ്മളവിടുന്ന് കോഴിക്കോട്ടേക്കാണ് പോകുന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് വരാൻ പറ്റിയിട്ടാണ്. മോൾക്ക് എക്സാം ആയിരുന്നു മദ്രസയിൽ. അപ്പോൾ ഓളെ മാത്രം മിസ് ചെയ്യുന്നുണ്ട്. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സവാദും ആദമും സെയിനും ഇഷാനൊക്കെ ഭയങ്കര ഒരു ടൂറ് പോകുന്ന പോലെ ഭയങ്കര ഹാപ്പിയാണ്. അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. വെളുപ്പിന് 2:30ക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് റാഷിൻ്റെ. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ എത്തും. പോകുന്ന വഴിയിൽ ഫുഡും കൂടെ കഴിക്കാനുണ്ട്. ഇതാ ഉമ്മ ഉണ്ട്, എൻ്റെ അടുത്ത ഉമ്മയാണ് റാഷിൻ്റെ ഉമ്മ, ഉപ്പ, ഉമ്മ, പിന്നെ അൻഷി, ബൽക്കി, അബി. വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെയിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബാപ്പ വരുന്നത് ദിവസങ്ങളെണ്ണി കാത്തിക്കുന്നുണ്ടായത്. ബാപ്പാനെ കൂട്ടാൻ പോകാമെന്നുള്ളതിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സെയിനും. ആദമാണെങ്കിലും ബാപ്പാന്ന് പറയും, പക്ഷെ അത്രയും റാഷീനെ അറിയൊന്നുമില്ല. ആദമിനും വീഡിയോ കോളൊക്കെ കാണുമ്പോൾ ബാപ്പ ഒക്കെ പറഞ്ഞ് സംസാരിക്കും. പക്ഷെ ചെറിയ 2 മാസത്തിൽ നമ്മൾ വന്നതല്ലേ. ഞങ്ങളിപ്പോൾ അതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. കണ്ണൂരൊക്കെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരു ഏകദേശം കറക്റ്റ് ടൈം 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും കോഴിക്കോട് എയർപോർട്ടിൽ എത്താം. 2:30ക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എന്താ പറയുക, കുറേ വർഷത്തിന് ശേഷം കാണുന്നതാണ്. 2 വർഷത്തിന് ശേഷം കാണുന്നതാണ്. ഞാനും റാഷി ഇങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടേ ഇല്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉമ്മ ആണെങ്കിലും എല്ലാവരാണെങ്കിലും. ഉമ്മക്ക് കുറേ വർഷത്തിന് ശേഷമാണ് റാഷീനെ കാണുന്നത് കേട്ടോ. 9 വർഷത്തിന് ശേഷമാണ് റാഷി നാട്ടിൽ വരുന്നത്. ഞാനും മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. എന്തായാലും ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അബി തന്നെയാണ് ചെയ്തത്. റാഷിൻ്റെ പെങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ബൊക്കെ ചെയ്ത് തന്നത്. ഓൾ തന്നെയാണ് പറഞ്ഞ ബൊക്കെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് ബൊക്കെയൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. എന്തായാലും ഞങ്ങളിപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട് റാഷിനെ. റാഷി ലാൻഡ് ചെയ്തിട്ട് മെസ്സേജ് വിളിച്ചായിരുന്നു. പക്ഷേ പുറത്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കല്ലോ, അറിയാമല്ലോ, ലഗേജ് കിട്ടണം, അങ്ങനെ കുറേ സമയം എടുക്കുന്നുണ്ട്. റാഷീനെ നമ്മളിപ്പോൾ ലോങ്ങൊന്നും കാണുന്നുണ്ട്. ഞങ്ങൾ നിന്നതിന് മുമ്പിൽ തന്നെയാണ് അവിടെ ഖത്തർ എയർവേസിൻ്റെ ലഗേജ് വരുന്ന സ്ഥലം. അപ്പം അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ റാഷിത പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മൊമെൻ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് റാഷീനെ കാണുമ്പോഴുള്ള മൊമെൻ്റ്. എന്തായാലും റാഷി അപ്പുറത്തേക്ക് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അപ്പുറത്തേക്ക് നടക്കാൻ നേരുമ്പോഴത്തേക്കും സെയിനും ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ഒന്നും നമ്മൾ നോക്കിയില്ല. ബാപ്പാനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഓട്ടമായിരുന്നു. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു സെയിന് റാഷിയുമായിട്ട്. ഭയങ്കര എന്നെക്കാളും കൂടുതൽ അടുപ്പം റാഷീനോട് തന്നെയായിരുന്നു. എന്തായാലും ഞങ്ങളിത് കണ്ടുമുട്ടുന്ന നിമിഷമാണ്. ഭയങ്കര ഹാപ്പിയായി. ഉമ്മാണെങ്കിൽ എല്ലാവരും ഹാപ്പിയായി. അബി ആണെങ്കിലും റാഷി പോകുമ്പോഴത്തേക്ക് ചെറിയതായിരുന്നു. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞല്ലോ. മാത്രമല്ല അബീൻ്റെ കല്യാണം കൂടിയാണ്. ഇപ്പം ഞാൻ എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അതും അറിയാൻ പറ്റും. ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. റാഷീൻ്റെ സിസ്റ്ററാണ്, അനിയത്തിൻ്റെ കല്യാണമാണ്. അതും കൂടെ ഇതാക്കിയിട്ടാണ് റാഷി ഇപ്പോൾ വന്നിട്ടുള്ളത്. നവംബർ 16-നാണ് കല്യാണം. അപ്പം അതും ആ സമയത്തേക്ക് കറക്റ്റാക്കിയിട്ട് വന്നതാണ് കല്യാണമൊക്കെ കൂടാൻ. ഉപ്പാവും അങ്ങനെ എല്ലാവരും റാഷി കാണാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിൽ. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അൻഷി, ബ്രദറിൻ്റെ മോള്, പിന്നെ ഇഷാനൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് ജനിച്ചതാണ്. ബൽക്കി പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും കണ്ട്, അളിയ ബൽക്കിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും കണ്ട്. ബൊക്ക കൊടുക്കാൻ മറന്നു ഈ തിരക്കിൽ. കണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷണലാകുന്നില്ലേ. അപ്പം നമ്മൾ ഈ ബൊക്ക കൊടുക്കുന്നതൊക്കെ മറന്നു. ഇപ്പോഴാണ് ബൊക്കയൊക്കെ കൊടുക്കുന്നത്. എന്തായാലും എന്താ റാഷിയും മക്കളൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു ഇത് കാണുമ്പം എനിക്ക് ഓർമ്മയായത് പഴയ വീഡിയോ ആണ്. ഇത് ആദമിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെൽക്കം ഹോം ആ ഒരു വീഡിയോ ആയിരുന്നു. ഇതാണ് എനിക്ക് ഓർമ്മയായത്. അത് 2 വർഷം മുമ്പത്തെ വീഡിയോ ആണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. ലഗേജൊക്കെ എടുത്ത് റാഷി വന്ന് നമ്മളിതിന് ഇതൊക്കെ വണ്ടിയിൽ കയറ്റണം.
അത്യാവശ്യം ലഗേജൊക്കെ മിനി ബസ് ആയതുകൊണ്ട് എല്ലാം പിടിക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 3:30-4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നേരെ കാസർഗോഡേക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ പോവുകയാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കാസർഗോഡേക്ക് എത്തും. 10-10:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ്. ആദമു റാഷീനെ അറിയാം ബാപ്പ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത്ര സെയിനെ പോലെ അടുപ്പം അതിന് വരണം എത്ര. എന്തായാലും ഇതാണ് നമ്മൾ ബസ്സിൻ്റെ നേരത്തെ കാണിക്കാൻ മറന്നു കഴിഞ്ഞിട്ട് ബസ്സിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ രാവിലെ ആയിട്ടില്ല, ഞാൻ പറഞ്ഞു 4 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ചായ കുടിക്കാം, തലയൊക്കെ എന്തോ പോലെ ആകുന്നുണ്ട് റാഷിക്കാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് തട്ടുകട പോലെ കണ്ടപ്പോൾ അതിൽ കയറിയതാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിട്ടാകുമ്പോഴത്തേക്ക് സെയിനും വന്നു ബാപ്പാൻ്റെ കൂടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ. കടയൊന്നും രാവിലെ അല്ലേ, ഗോപി മഞ്ചൂരിയൻ മാത്രം എടുത്ത്. പിന്നെ നമ്മളിതാ ഇപ്പം രാവിലെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. സെയിനും റാഷിയും എല്ലാവരും നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കാസർഗോഡ് തന്നെ എത്തിയിട്ടേ. ഇത് പെരിയാട്ടെടുക്കാം, പെരിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കാസർഗോഡേക്ക്. ട്രാഫിക്കൊന്നും അധികം ഉണ്ടായിട്ടാ, അതുകടെയും വെയിറ്റിംഗ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ. അപ്പം നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. നമ്മൾ ദോശ ഇഡ്ഡലി അതൊക്കെയാണ് കഴിക്കുന്നുള്ളത്. സീനും ആദമും ബാപ്പാൻ്റെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ പുരക്കന്നെ പോകുന്നതാണ്. എല്ലാവരും 2 സെറ്റായിട്ടാണ് ഇരുന്നത്. കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പുറത്തായിട്ട് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ നമ്മൾ പുരക്ക് പോകുന്നുണ്ട്. ഈ ഭാഗം കാണുന്ന ആൾക്കാർക്കറിയാം നമ്മൾ തെക്കിൽപ്പാലാണ്. ഇനിയാണെങ്കിൽ കുറേയൊക്കെ അത്ര ലോങ് ഒന്നും ഇല്ല കേട്ടോ, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. പുരയിലെത്തിയിട്ട് നേരെ പെട്ടി പൊട്ടിക്കലാണ്. പാത്തും സെയിനും ആദമും സവാദ് ഈശാന് ഇവാൻ എല്ലാവരായിട്ട് പെട്ടി പൊട്ടിക്കൽ പരിപാടിയാണ്. എല്ലാ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ട് കുറേ ആൾക്കാർ എന്നോട് മുമ്പേ വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി അങ്ങോട്ടേക്ക് കുറേ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. പറഞ്ഞല്ലോ ഇപ്പം നിങ്ങളെ കല്യാണമാണ്, അബീൻ്റെ കല്യാണം വിശേഷം അതൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ട് അറിയാം, വീഡിയോസ് കാണാറുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ട്, എൻ്റെ യൂട്യൂബ് പ്ലേ ബട്ടൺ കുറേ ആൾക്കാർ ഇതും ചോദിച്ചായിരുന്നു, പ്ലേ ബട്ടൺ ഇതുവരെ കിട്ടിയില്ലേന്ന്. ആക്ച്വലി ഞാൻ നാട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് പ്ലേ ബട്ടൺ അവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ അഡ്രസ്സിലേക്കാണ് കേട്ടോ വന്നത്. എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ റാശി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേറൊരു സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.